ഭാരത അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലുള്ള സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ബസിലിക്ക അല്ലെങ്കിൽ സാന്തോം കത്തീഡ്രൽ. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ശ്ലീഹ AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തി. കേരളത്തിലെ വിവിധയിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. വിശ്വാസികൾക്കായി ദേവാലയങ്ങളും സ്ഥാപിച്ചു. അതിനുശേഷം വിശുദ്ധ തോമാസ് ശ്ലീഹ അക്കാലത്ത് തമിഴ്നാട്ടിലെ പ്രമുഖ തുറമുഖ നഗരമായിരുന്ന മൈലാപ്പൂരിൽ എത്തി സുവിശേഷം പ്രസംഗിച്ചു. അവിടെയും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. വിശുദ്ധ ശ്ലീഹായുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതിരുന്ന ശത്രുക്കൾ പെരിയമല എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഒരു കുന്തം കൊണ്ട് ആക്രമിച്ചു. അങ്ങനെ വിശുദ്ധ ശ്ലീഹ പെരിയമലയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ ശ്ലീഹായെ മൈലാപ്പൂരിൽ അടക്കം ചെയ്തു. 1522 മൈലാപ്പൂരിലെത്തിയ പോർച്ചുഗീസുകാർ വിശുദ്ധൻ്റെ കബറിടം കണ്ടെത്തുകയും ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു. സാന്തോം കത്തീഡ്രലിലെ മുഖ്യ അൾത്താരയുടെ ഇടതുവശത്തായി അവർ ലേഡി ഓഫ് മൈലാപ്പൂർ അല്ലെങ്കിൽ മൈലൈ മാത എന്ന മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 3 അടി വലിപ്പമുള്ള തടിയിൽ തീർത്ത ഈ തിരുസ്വരൂപം പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും 1523 ഇവിടെ സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതിൻ്റെ മുമ്പിൽ നിന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവർ എന്നും പ്രാർത്ഥിച്ചിരുന്നു. സാന്തോം കത്തീഡ്രൽ ബസിലിക്കയോട് ചേർന്ന് മനോഹരമായ ഒരു മ്യൂസിയമുണ്ട്. വിശുദ്ധ തോമാസ് ശ്ലീഹായും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം ചിത്രങ്ങളും വസ്തുക്കളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ശ്ലീഹായുടെ തിശേഷിപ്പ്, ശ്ലീഹായെ വധിക്കാൻ ഉപയോഗിച്ച കുന്തത്തിൻ്റെ മുന, പൗരാണിക നാണയങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 10 നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ ഭാഗങ്ങളും കാണാം. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഇനി പറയുന്നവയാണ്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ വെസക്സിലെ മഹാനായ ആൽഫ്രഡ് രാജാവ് ഇന്ത്യയിലെ മൈലാപ്പൂരിലേക്ക് ദൂതന്മാരെ അയച്ചതായി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൂതന്മാർ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കബറിടം സന്ദർശിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യാത്ര വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കബറിടത്തിലേക്ക് ഉള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു. വിശുദ്ധൻ്റെ കബറിടത്തെപ്പറ്റി യൂറോപ്പിലുള്ളവർക്ക് 9-ാം നൂറ്റാണ്ടിൽ തന്നെ അറിവുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ചരിത്രരേഖ. ഇറ്റലിയിൽ നിന്നും വന്ന ഫ്രാൻസിസ്കൻ സന്യാസി ജോൺ മൊണ്ടെ കാർവിനോ AD 1291 ഈ കബറിടം സന്ദർശിച്ചു. 1292 വെനീസിലെ സുപ്രസിദ്ധ സമുദ്രസഞ്ചാരി മാർക്കോ പോളോ മൈലാപ്പൂർ സന്ദർശിച്ചു. 14-ാം നൂറ്റാണ്ടിൽ വീണ്ടും ഫ്രാൻസിസ്കൻ മിഷണറിമാർ മൈലാപ്പൂരിൽ എത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മുൻപ് തന്നെ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂരിനെ പറ്റി കേട്ടറിഞ്ഞ പോർച്ചുഗീസുകാർ 1517 മൈലാപ്പൂരിലെത്തി. വർത്തമാന പുസ്തകം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയ പാറേമേക്കാൽ തോമ കത്തനാർ ചരിത്രപ്രസിദ്ധമായ റോമ യാത്രയ്ക്ക് മുമ്പായി മൈലാപ്പൂർ സന്ദർശിച്ചു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിനായി കരിയാറ്റിൽ യേസോപ്പ് മൽപ്പാനും പാറേമേക്കാൽ തോമ കത്തനാരും മൈലാപ്പൂരിലെത്തി. ഇവരുടെ കപ്പൽ യാത്ര ആരംഭിക്കുന്നത് മൈലാപ്പൂരിൽ നിന്നാണ്. 1778 മുതൽ 1786 വരെ 8 വർഷം നീണ്ടതായിരുന്നു ഈ മഹാരഥന്മാർ നടത്തിയ റോമായാത്ര.